ഫിലമെന്റ്സും ഉണ്ട്. അതേപോലെ തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കൈനറ്റിക് സാൻഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഷേപ്സും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഡ്രോയിങ് ബുക്ക് ഉണ്ട്, പല കളറിലുള്ള പെൻസിൽസ് ഉണ്ട്, സ്കെയിൽ ഉണ്ട്, റബ്ബർ ഉണ്ട്, പെൻസിൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ റൗണ്ടിലും സല്ലു നമുക്ക് ഓരോ പിക്ചേഴ്സ് തരും. ആ പിക്ചർ ഒരാൾ 3D പെൻ വെച്ചിട്ടും രണ്ടാമത്തെ ആള് കൈനറ്റിക് സാൻഡ് വെച്ചിട്ടും മൂന്നാമത്തെ ആള് ഡ്രോയിങ്ങിലായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ആരാണോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നത് അവരായിരിക്കും ആ റൗണ്ടിൽ വിന്നർ. ഇപ്പൊ എക്സാമ്പിൾ സല്ലു നമുക്കൊരു വീടിന്റെ പിക്ചറാണ് തരുന്നെങ്കിൽ ഒരാൾ ആ വീട് 3D പെൻ വെച്ചിട്ട് ഉണ്ടാക്കേണ്ടി വരിക, രണ്ടാമത്തെ ആള് കൈനറ്റിക് സാൻഡ് വെച്ചിട്ട് ആ വീട് ഉണ്ടാക്കേണ്ടി വരും, മൂന്നാമത്തെ ആൾ ആ വീട് ഡ്രോ ചെയ്യേണ്ടി വരിക. പക്ഷെ കോമഡി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഈ കൈനറ്റിക് സാൻഡ് കാണുന്നത് ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും, അവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഈ അടുത്തായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഒരു സ്കിൻ കെയർ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സെബിയം ജെൽ മോയ്സ്ചർ. ഇതൊരു ആന്റി ആക്നെ ക്ലെൻസർ ആണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന്റെ ബ്ലെമിഷസ് കുറയാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതൊരു മെയ്ഡ് ഇൻ ഫ്രാൻസ് പ്രൊഡക്റ്റ് കൂടിയാണ്. ഇതിന്റെ 3 മെയിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിലെ 83% എക്സസ് സെബ എടുത്ത് കളയാനും നമ്മുടെ സ്കിന്ന് പ്യൂർ ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഇത് യൂസ് ചെയ്ത 88% യൂസേഴ്സ് പറയുന്നത് ഇത് അവരുടെ സ്കിന്നിന് യാതൊരു തരത്തിലുള്ള ടൈറ്റ്നസും കൊടുക്കുന്നില്ല എന്നാണ്. കൂടാതെ ഇത് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ അലർജീസോ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ 100% പ്യൂർ ആക്കി വെക്കും. ഇത് ആക്നെ പ്രോൺ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഓയിലി സ്കിന്നിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. 45 ml പ്രൊഡക്റ്റിന് 395 rupees ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വെറ്റാക്കുക, എന്നിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത ശേഷം നന്നായി ഫോം ആക്കുക, അതിനുശേഷം കഴുകി കളയാം. ഇത് നമുക്ക് മോർണിംഗിലോ ഈവനിങ്ങിലോ യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇത് നമ്മുടെ ഫേസിലും ബോഡിയിലും ഒരുപോലെ അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പൊ ഞാനിത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ബയോഡെർമയുടെ സെബിയം ഹൈഡ്ര ആന്റി ആക്നെ മോയ്സ്ചറൈസർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സെബിയം ജെൽ മോയ്സ്ചർ വെച്ചിട്ട് ഫേസ് നന്നായി ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിനെ 24 hours മോയ്സ്ചർഡ് ആക്കി വെക്കും. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഗ്ലിസറിൻ, സെറാമൈഡും, എലൻഡോയിനും, അനക്സോളിനും ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് 24 hours ഹൈഡ്രേഷൻ തരുന്നുണ്ട്. കൂടാതെ ഇത് നമ്മുടെ സ്കിന്നിന് യാതൊരു തരത്തിലുള്ള ടൈറ്റ്നസും കൊടുക്കുന്നില്ല. അത് മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിന് റെഡ്നെസ് ഉണ്ടെങ്കിൽ അത് സൂത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ മോയ്സ്ചറൈസർ നമുക്ക് മേക്കപ്പിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആക്നെ പ്രോൺ സ്കിന്നിനും ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അത് മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റും സെലിബ്രിറ്റീസും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. അപ്പൊ ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ദിവസത്തിൽ 2 തവണ യൂസ് ചെയ്യാം. സെബിയം ജെൽ മോയ്സ്ചർ വെച്ച് ഫേസ് നന്നായി ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം അബ്സോർബ് ആകുന്ന വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം. അപ്പൊ ആർക്കാണ് ഡ്രോയിങ് കിട്ടുക, ആർക്കാണ് കൈനറ്റിക് സാൻഡ് കിട്ടുക, ആർക്കാണ് 3D പെൻ കിട്ടുക നോക്കാം. കൈനറ്റിക് സാൻഡ് വേണം. ട്രൈ ചെയ്ത് നോക്കിയില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും അറിയാം. പക്ഷെ നമ്മളിങ്ങനെ വീഡിയോസ് കാണല്ലോ ഇതിങ്ങനെ കട്ടൊക്കെ ചെയ്യുന്ന അപ്പൊ ഭയങ്കര സാറ്റിസ്ഫൈഡ് അതേപോലെ തന്നെ കിട്ടും. ഞാൻ ഇനി ഇതിനനുസരിച്ചുള്ള പിക്ചർ ആണോ വരുന്നത് നമുക്ക് അറിയില്ല കേട്ടോ. എനിക്ക് 3D പെൻ എനിക്ക് ഡ്രോയിങ് ആണോ കിട്ടിയത്. അടിപൊളി. ഫസ്റ്റ് റൗണ്ട് എനിക്ക് കൈനറ്റിക് സാൻഡ് കിട്ടി. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. 3D പെൻ വെച്ച് ചെയ്യാറ് ചില്ലറ പണിയല്ല, നല്ല പ്രയാസമുള്ള പിക്കാണോ നമുക്ക് വരാൻ നോക്കാം. പിന്നെ 15 മിനിറ്റ് ആണ് കേട്ടോ നമുക്ക് തരുന്ന ടൈം. അതിനുള്ളിൽ ചെയ്ത് കഴിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ പകുതി വെച്ചിട്ട് അവിടെ അതിന്റെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലെ പിക്ചർ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള വീട്. ഇത് ശരിക്കും കൈനറ്റിക് സാൻഡോട് ചെയ്ത വീട് തന്നെയാണ് കേട്ടോ. അതെ, എനിക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. 3D പെൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യും ഗൈസ്? കൈനറ്റിക് സാൻഡ് വെച്ചിട്ട് ചെയ്യാൻ ഡ്രോ ചെയ്യാനും കുഴപ്പമില്ല. പക്ഷെ ഇത് ഞാൻ എങ്ങനെ ചെയ്തെടുക്കും? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല രസമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റില് കുറെ മരങ്ങളുണ്ട് ഗൈസ്. അത് ഞാൻ വേണേ 3D പെൻ ചെയ്തത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കൈനറ്റിക് സാൻഡ് കാര്യം പറഞ്ഞാൽ എല്ലാ കളറും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ടൈം വെക്കാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 go. ഇത് കണ്ടോ ഇതൊക്കെ എനിക്ക് ഇതിന്റെ ഉള്ളിൽ കിട്ടിയത്. ഇത്രയും കളേഴ്സിനുള്ളിൽ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പിങ്ക് കളർ എടുക്കാം. ഞാൻ ആദ്യം തന്നെ ഈ ബ്ലൂ കളർ വെച്ചിട്ടാ ചെയ്യുന്നത്. ഇത് ഇതുവരെ വന്നിട്ടില്ലേ ഗൈസ്? ഇത് നമ്മൾ കാണാത്ത ഒന്നല്ല. ഞാൻ ഇവിടെ സുഖമായിട്ട് ഇരുന്ന് വരയ്ക്കാണ്. നല്ല രസമുണ്ട്. ഇത് കണ്ടോ ഗൈസ്? നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട്. ഇളകിക്കൊണ്ടിരിക്കുന്നു. ഞാനത് നേരെ ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ലെയർ ആയിട്ട് വരുന്ന അപ്പൊ പിങ്ക് ആണ്. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് നേരെ നിറച്ചു കൊടുക്കാം. എനിക്ക് തോന്നില്ല ഗൈസ് ഈ 3D പെന്നോട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നു. ഇത് നോക്ക്,
ഇതൊക്കെ നടക്കുന്നില്ല. ഇത് ഞാൻ ആ വഴി വരച്ചോണ്ടിരിക്കും. വഴിയാണല്ലേ പിങ്ക് കൈനറ്റിക് സാൻഡ് ഇതിൽ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എനിക്ക് വേണ്ട ബ്ലൂ കളറാണ് കേട്ടോ. അല്ല ബ്ലൂ അല്ല, ഓറഞ്ച് കളറാണ് വേണ്ടത്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. കൊറേ കളേഴ്സും കൂടി കണ്ടു കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് ആ നാഗവല്ലിന്റെ പോലെ തന്നെയാണുള്ളത്. ഇത് നോക്കി എന്ത് രസം അത് കാണാൻ വേണ്ടിട്ട്. ഇതൊക്കെ 15 മിനിറ്റ് ടൈം ഉള്ളു കേട്ടോ. എനിക്ക് അതിൽ കളിച്ചിരിക്കില്ലേ. ഓൾറെഡി മൂവ് ചെയ്യുന്ന സാൻഡ് പോലെയാണ്. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ലെയർ ആയിട്ട് ഇവിടേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതാണ് ഇവള് കൊറേ ടൈം എടുക്കും അറിയുന്നത്. ഇവിടെ ഇത് ഓരോന്ന് കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. നമുക്ക് ഇതിനൊന്ന് ടൈമർ വെക്കാൻ പാടില്ല. അതൊക്കെ ആസ്വദിച്ചിരിക്കണമായിരുന്നു. പിന്നെ ഒരു റൗണ്ട് ചെയ്യണ നാളെ ആവും. അങ്ങനെ ഞാനിത് സെക്കൻഡ് ലെയർ ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്കിത് ഫസ്റ്റ് ഞാൻ പിങ്ക് വെച്ച് പിന്നെ ഓറഞ്ച് വെച്ച് എനിക്കിങ്ങനെ വെച്ച് പോയ ഈ ലെയേഴ്സ് മൊത്തം ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണം എനിക്കിത് ഈ വീടിന്റെ മതിലൊക്കെ ഉണ്ടാക്കാം. ഇതൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണം. ഈ വീടുണ്ടാക്കാൻ മാത്രമേ എനിക്ക് അച്ച് കിട്ടിയുള്ളൂ. ഞാനിത് ആ ഒരു ബ്ലൂ കളറിലുള്ള തറ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വീട് കൊടുക്കുക കേട്ടോ. എന്റെ കയ്യിൽ പർപ്പിൾ ഇല്ല, അപ്പൊ ഞാൻ പിങ്ക് കൊണ്ടാണ് ആ ഒരു വീട് ചെയ്തെടുക്കുന്നത്. എല്ലാ കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ലെയർ ആയിട്ട് ഞാൻ പിങ്ക് ആട്ടോ യൂസ് ചെയ്യുന്നത്. അടുത്ത കളറായിട്ട് ഞാനിത് ഗ്രീൻ യൂസ് ചെയ്യണം. ഞാനിത് ഗ്രീൻ കളർ തേർഡ് ലെയർ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ ഓറഞ്ച് സെക്കൻഡ് ലെയറും ഗ്രീൻ തേർഡ് ലെയറും ആയിട്ട് വരുമ്പോ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഞാനിവിടെ വീടിന് കളർ ചെയ്തോണ്ടിരിക്കുകയാണ്. മേലത്തെ ആ പിങ്ക് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് കളർ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ആ യെല്ലോ ആട്ടോ ഞാൻ കളർ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ വരച്ചു കഴിഞ്ഞ് ഞാൻ ഒരുവിധം വരച്ച് ഇനി ആ മരങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. പക്ഷെ അത് ഞാൻ വരച്ചിട്ടില്ല. ഇതൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. വേഗം ആക്കി കേട്ടോ. എന്റേത് കയ്യില് ഞാനിതാ 1 2 3 4 5ാമത്തെ കളറാട്ടോ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി താഴെ വയലറ്റും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വീടിന്റെ ആ ഒരു റെയിൻബോ ഷെയ്ഡുകൾ മൊത്തം കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മുടെ റെയിൻബോ ഹൗസിന്റെ ലാസ്റ്റ് ലെയർ ആയിട്ട് നല്ല ഭംഗിയുള്ള പർപ്പിൾ കളർ ആയിട്ട് ഇത് നോക്ക്. ഈ കളർ അതേ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ അതും കൂടി നല്ല കട്ടിയിൽ വീടിന് വെച്ചു കൊടുക്കാണ് കേട്ടോ. ഇതോടെ കഴിഞ്ഞ എന്റെ വീടിന്റെ പണി കഴിഞ്ഞു. വീടിന്റെ പണി തീർത്ത് അത് കഴിഞ്ഞെങ്കിൽ മതിലേക്ക് പോയാൽ മതി. ഞാനിത് 3ാമത്തെ ലെയർ ഗ്രീന് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും കാണുന്നുണ്ടോ ഈ വീട്? കാണുന്നുണ്ട്. വീട് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അങ്ങനെ എന്റെ വീട് ഞാനിത് തറയിലേക്ക് ആക്കാൻ പോവാണ്. അക്ഷമയായി കാത്തിരിക്കട്ടെ. ശരിയായോ ഇല്ലയോ വന്നോ? എന്ത് ക്യൂട്ടാ നോക്കിയാ. ഫസ്റ്റ് പിങ്ക് ഉണ്ട്, പിന്നെ ഓറഞ്ച്, പിന്നെ ചെറിയൊരു ഗ്രീൻ ലെയർ, പിന്നെ ബ്ലൂ ലെയർ, ഏറ്റവും ലാസ്റ്റിൽ ഇതിങ്ങനെ വാതിലും ജനലും കൂടെ വരച്ച് സെറ്റ് ആയി. അത് എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ വീടൊന്ന് പുറകോട്ട് നീക്കാട്ടോ. ഹായ് വീടൊക്കെ ഉണ്ട്. ഇത് നോക്ക്. ഇനി ഗൈസ് ഞാൻ ഇതിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാനിത് ഇവിടത്തെ ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല രസമുണ്ടാവും എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ വീഡിയോസിലൊക്കെ നല്ല ഭംഗിയുടെ റെയിൻബോ പീസ് ആയിട്ട് വരുന്നത് ഉണ്ടോ? ഇത് ഞാൻ മതിലാക്കി വെക്കും ഗൈസ്. ഈ റെയിൻബോ മതിലാക്കാൻ പറ്റും. ഞാൻ ഭയങ്കര ലക്കിയാണ് ഗൈസ്. എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വെച്ച് പോയാലും നമുക്ക് വീടിന്റെ മതിലുമായി കളർഫുൾ. എനിക്ക് വേണ്ടി എനിക്ക് ഇവിടെയുള്ള ഈ ഷേപ്പിൽ ഞാൻ ഓരോ കളറായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ട്രാൻസ്പെറന്റ് ആണ്, അപ്പൊ കാണാൻ നല്ല രസം ഉണ്ടാവും. ഗൈസിന്റെ വീട് കണ്ടിട്ട് ആരും ഞെട്ടരുത്. അതുപോലത്തെ ഒരു വീടാണ് ഗൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്തിനിടയ്ക്ക് ഇങ്ങനെ ഇല്ലാതെ ചെയ്യാൻ പറ്റൂല കേട്ടോ. അപമാനിച്ചു. വീട് ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ആ മതിലും റെയിൻബോ ആക്കി, വീടും റെയിൻബോ ആക്കി. ഇനി മണ്ണും പിന്നെ ബ്ലൂ കളറും ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. ഓളത് ഏകദേശം കഴിയാനായി. ഇത് മാത്രമാണോ കഴിയാത്തത്? ഇതൊന്നും കഴിയാനുണ്ട്. പക്ഷെ ഞാൻ ചെയ്തു വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഗ്രീൻ കളറോടെ ഇത് കണ്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടു. ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഈ ഒരു ടിന്നില് ഇങ്ങനെ എല്ലാ കളേഴ്സും കൂടെ നിറച്ചിട്ട് ഇവിടെ ഞാൻ കൊട്ടും. എന്നിട്ട് ഞാനിത് കൈക്കോട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഞാൻ വീടിന്റെ മതിലാക്കും. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് 3D ആയിട്ട് ചെയ്യാന്നായിരുന്നു ഞാൻ വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഞാൻ ഈ പെൻസിലോണ്ടൊക്കെ വരയ്ക്കുന്ന പോലെ ഡ്രോ ചെയ്തെടുക്കാന്ന്. പിന്നെ ഞാൻ വിചാരിച്ച ആ വീട് പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 3D പെന്നിൽ ചെയ്തില്ലേ അതുപോലെ ചെയ്യാം. പക്ഷെ അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അത് ശരിക്കും പറ്റും കേട്ടോ. അവൾ ചെയ്തു വരുന്ന രീതിയിൽ പറ്റും. പക്ഷെ അതിന് ഒരുപാട് സമയം ആവശ്യമാണ്. നല്ല സമയം വേണം. ഞാൻ അപ്പോഴത്തേക്കിന് ഈ ടിന്ന് ഫുള്ള് 4 കളേഴ്സോട് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നേരെ ഇവിടേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഷാം ഇത് നോക്ക്. നല്ല രസമുണ്ട്. എന്താ ഈ വെക്കുന്നേ? അത് ഞാൻ മതിലാക്കാൻ പോവാ. ഇനി ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ചെയ്തോണ്ടിരിക്കാള്.
ഞാനിത് അവിടെ മൊത്തം കളർ ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ മരം വരച്ചു കൊടുക്കാണ് കേട്ടോ. ഈ മരം വരയ്ക്കൽ കുറച്ച് ടാസ്ക് ആണ്. ഇത് എങ്ങനെയാ വേണ്ടത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിത് ഇവിടെ കാണുന്ന ഈ മരമാണ് കേട്ടോ ഇപ്പൊ വരച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. അതിലുള്ള ആ മഞ്ഞ പൂക്കൾ പോലെ ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. മരം വരച്ചിട്ടുണ്ട്, മതില് വെച്ചിട്ടുണ്ട്, വീട് വരച്ചിട്ടുണ്ട്, വഴി വരച്ചു, പിന്നെ വീടിന്റെ ആ വാതില് വരച്ചിട്ടുണ്ട്, ജനല് വരച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 4 മിനിറ്റ് സമയം കൂടി ഉള്ളു. ആ സമയത്തിനുള്ളിൽ ഇവർ ചെയ്ത് തീരാണെന്നുണ്ടെങ്കിൽ ഇവരെയും കൂടി കൺസിഡർ ചെയ്യാൻ പറ്റും ജയാണോ തോൽവിക്കാണോ. അതല്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്കിനി ഗ്രൗണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം പണികളും തീർന്നു കേട്ടോ. ഞാനും അതേപോലെ തന്നെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പെട്ടെന്നാക്കാൻ വേണ്ടിട്ട്. എനിക്ക് ഈ കളേഴ്സും കൊടുത്ത വാതിലും ജനൽ കൂടി വരയ്ക്കാനുള്ള സമയമുള്ളൂ ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല ഗൈസ്. ഇത് വേറെ എന്തോ ആണ്, ഇത് ആ വീടൊന്നും അല്ല. അപ്പത്തേക്കും ഇത് ചുറ്റിനും മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് കളറും കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പുല്ലൊക്കെ ആക്കാനുണ്ട്, പക്ഷേ ഈ മണ്ണ് വെച്ച് നമുക്ക് തൽക്കാലം പെട്ടെന്ന് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മുടെ ഡോർ വെക്കാൻ വേണ്ടി ചെറിയൊരു സ്ക്വയർ ഷേപ്പ് പോലെ ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടോ. ഇത് ഇങ്ങനെ വെക്കാം. ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം സെറ്റായി ഗൈസ്. അത് ഇപ്പോഴാണ് അത് ഫില്ലായത്. അതെ, ഇപ്പൊ ഏകദേശം ഡോറായി വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു സ്ക്വയറും കൂടെ ആക്കിയിട്ട് നമുക്ക് അതിന്റെ വിൻഡോയും കൂടെ ചെയ്ത് കൊടുത്താൽ അത് ഫുള്ളായി. ചെറിയൊരു ബ്ലൂ വിൻഡോ നമുക്ക് വെച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ആയിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഓ, ഏകദേശം അത് സ്റ്റിക്ക് ആയിട്ടുണ്ട്. ഒരു വിൻഡോ വെച്ച് അടുത്ത വിൻഡോയും കൂടെ പെട്ടെന്ന് നമുക്ക് വെക്കാം. 13 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഞാൻ കുറെ നേരമായിട്ടോ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ഏകദേശം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് വീടാണെന്നൊന്നും ഞാനിത് കൈനറ്റിക് സാൻഡ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഹൗസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ടോപ്പിൽ പറഞ്ഞ പോലെ തന്നെ പിങ്ക് കളർ, പിന്നെ യെല്ലോ കളർ, പിന്നെ ഗ്രീൻ കളർ, പിന്നെ ബ്ലൂ, ഏറ്റവും അടിയിൽ പെർപ്പിൾ കളറായിട്ട് ഇത്രയും കളേഴ്സിലാണ് ഞാൻ ഒരു വീട് ചെയ്തെടുത്തത്. പിന്നെ അത് ചുറ്റിനും മണൽ ഇങ്ങനെ കൊടുത്ത് നല്ല റെയിൻബോ കളറിലുള്ള മതിലും കൊടുത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് മരമാണ്. മരം ഞാൻ ലാസ്റ്റ് വെച്ചതാണ്. നല്ല രസമുണ്ട് കാണാൻ. കാര്യം കൈനറ്റിക് സാൻഡോട് നമ്മൾ ഇതുവരെ ചെയ്യാത്തത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അടുത്ത ഗൈസ് ഞാൻ 3D പെൻ വെച്ചിട്ട് നല്ല ഭംഗിയില്ലാത്തൊരു വീട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വീടാണോ സംശയമാണ്. കാരണം ഈ പിക്ചറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഗൈസ്. എനിക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഡ്രോയിങ് പോലെ ചെയ്യാന്ന്, പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ച് വലിയ സംഭവമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയത്. പക്ഷെ അത് നടന്നില്ല ഗൈസ്. ഞാനിത് എനിക്ക് ഡ്രോയിങ് എന്ന് കിട്ടിയത്. അത് വെച്ചിട്ട് ആ പിക്ചറിലുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ റെയിൻബോ കളേഴ്സിലുള്ള മതിലുകളും പിന്നെ റെയിൻബോ കളറിലുള്ള വീടും വാതിലും മരങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടോ. പിന്നെ ഇവിടെ മണ്ണ് കൊടുത്തിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിൽ തന്നെ മണ്ണ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ഒരുവിധം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റോളിൽ ആരാ വിന്നർ സല്ല് പറയണം കേട്ടോ. ഞാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ 7 അയലത്തില്ല ഉറപ്പേനു ഇവളോ ആണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും അത് ക്യൂട്ടായിട്ട് നമ്മളിങ്ങനെ ടിവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കൈനറ്റിക് സാൻഡ് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എന്നിട്ട് ഓൾ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തത്. അപ്പൊ അടുത്ത റോളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ സെക്കൻഡ് റോളിലേക്ക് കിടക്കാണ്. അപ്പൊ സെക്കൻഡ് റോളിൽ ആർക്കൊക്കെയാണ് 3D പെൻ കിട്ടുക, ആർക്കാണ് കൈനറ്റിക് സാൻഡ് കിട്ടുക, ആർക്ക് ഡ്രോയിങ് കിട്ടാൻ നമുക്ക് നോക്കാം. കഷ്ടപ്പെട്ട് പറഞ്ഞു അല്ലട്ടോ, ഞാൻ വേഗം പറഞ്ഞു. എനിക്ക് ഡ്രോയിങ് ആണ് കിട്ടിയത്. 3D പെൻ എന്നൊരു ആശ്വാസമായി. എനിക്ക് കൈനറ്റിക് സാൻഡ് കിട്ടണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് നല്ല പിക്ചർ ആണെങ്കിൽ പിന്നെ വലിയ വിഷയമില്ല. അല്ല, വേറൊരു കാര്യം പറയട്ടെ. പോലെ നേരത്തെ ഇവളിങ്ങനെ ലാഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ചെയ്യിച്ചിട്ടേ സമയമില്ല. അല്ല, അപ്പൊ ഈ കേട്ടില്ല. ഇവിടെ ഒരു പ്രാഗിയുണ്ട്. ഞാൻ അത്ര ഓൾക്ക് തന്നെ കൈനറ്റിക് സാൻഡ് കിട്ടുന്നത് അതേപോലെ തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തു തീർന്നു നോക്കി. നമുക്കുള്ള പിക്ചർ ഇതേ വന്നിട്ടുണ്ട്. കേക്ക് നല്ല കൈനറ്റിക് സാൻഡ് വെച്ച് വരയ്ക്കാം. നല്ല കളർഫുൾ ആണ്. പക്ഷെ എനിക്ക് വരയ്ക്കാൻ കുറച്ചുകൂടെ നല്ല രസമുണ്ടാവും. ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇതിൽ റെഡ് ഇല്ല കേട്ടോ. അപ്പൊ പിങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. 3, 2, 1 go. ഇത് ഫസ്റ്റ് ബർത്ത്ഡേന്റെ കേക്കാണ്. ഫസ്റ്റ് ഷാമി നേരത്തെ ലാസ്റ്റ് യൂസ് ചെയ്ത യെല്ലോ ആയിരുന്നു. അതിനോട് ഓൾറെഡി യെല്ലോ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെനിക്ക് എന്തായാലും ലാഭമായി. ഞാനിതേ ഫസ്റ്റ് ലെയർ വരച്ചു കഴിഞ്ഞ് ഞാൻ മാക്സിമം ആ പിക്ചർ പോലെ തന്നെ ആ ഒരു റിയാലിറ്റിയിൽ വരയ്ക്കാൻ നോക്കുന്നുണ്ട്. എന്റെ ഫസ്റ്റ് ലെയർ ഞാൻ യെല്ലോ ഏറ്റവും ടോപ്പ് ലെയർ ആയി ചെയ്തിട്ടോ. അത് ഞാനിത് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ പൈനാപ്പിളിന്റെ മുകളിലുള്ള പുല്ല് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഞാൻ ഈ വലിയ ട്രെയിനുള്ള ഒഴിവാക്കിട്ടോ. കാര്യം അത് തീരെ ഇങ്ങനെ ഒരു ഇത് കിട്ടും.
കിട്ടുന്നില്ല, ഒരു തിക്കായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനത് ഈ ഓറഞ്ച് കളർ ഈ പാത്രത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മെല്ലെ വരണം. കറക്റ്റായി വന്നാൽ ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ ബ്രൈറ്റ് ഓറഞ്ച് ആയിരുന്നു, കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. ഇതിന്റെ മുകളിൽ ഇനി പിങ്ക് ലെയർ ആണ് കേട്ടോ വരാൻ പോകുന്നത്. അതിങ്ങനെ ലെയർ ആയി വരുന്ന സമയത്ത് നല്ല രസം ഉണ്ടാവും ഗൈസ്. അതിങ്ങനെ തിക്കായിട്ടല്ലേ വരുന്നത്. കറക്റ്റ് ഷേപ്പ് ഒക്കെ കിട്ടുകയും ചെയ്യും. കട്ടിയായിട്ട് വേണമായിരുന്നു, പക്ഷെ അതിനുള്ള സംഭവം ഇല്ല കേട്ടോ അതില്. ഞാൻ അപ്പോഴത്തേക്കും പൈനാപ്പിളിന്റെ ടോപ്പിലുള്ള പുല്ല് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഈ ഒരു സംഭവം ലെമൺ ആണ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഒരു റൗണ്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് അതിന്റെ മുകളിൽ പേസ്റ്റ് ചെയ്താൽ മതി. ഗ്രീൻ കളറുള്ള ലെമൺ ഉണ്ട്, പിന്നെ വാട്ടർമെലന്റെ ബേസ് വരുന്നുണ്ട്. അത് നമുക്ക് ആ സമയത്ത് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് റെഡ് ലോഡ് ചെയ്യാം കേട്ടോ. ഗൈസ് ഞാനിത് ആ ഒരു കേക്കിനുള്ള കണ്ണും മൂക്കും വരച്ചു കൊടുക്കാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കളറിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഗൈസ് ഞാൻ അടുത്ത ലെയർ മോൾഡ് ഇല്ലാതെ ഒരു വട്ടത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. കാര്യം ഇത് അടുത്തത് ഒരു കുഞ്ഞു ലെയർ പോലെയാണ് വരേണ്ടത്. അതായത് താഴെ വെച്ചതിനെക്കാട്ട് കുറച്ചും കൂടെ നീളം കുറഞ്ഞിട്ടാണ് വേണ്ടത്. അപ്പൊ ഞാനിത് ചെറുതായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. ഗൈസ് എല്ലാരും ഭാഷയേറിയ പോരാട്ടം കേട്ടോ. ആരും അങ്ങോട്ടും കൂടെ മൈൻഡ് പോലെ വെക്കുന്നില്ല. ഇത് നോക്കി നമ്മളൊക്കെ ചെയ്തോണ്ടിരിക്കും. കറക്റ്റ് സമയത്തിനുള്ളിൽ തീർക്കണം ഗൈസ്. അതൊരു ടാസ്ക് ആണ്. ഈ 3D പെൻ വെച്ചിട്ട് ചെയ്യാൻ ശരിക്കും ടാസ്ക് ആണ് കേട്ടോ. ഞാനിത് കേക്കിന്റെ സെക്കൻഡ് ലെയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പോ അതിൽ സെക്കൻഡ് ലെയർ കുറച്ച് വലുതാണ്. അപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. സ്ട്രെയിറ്റ് ലൈൻ എടുത്ത് വന്നിട്ട് ഒരു ബോക്സ് പോലെ ഇതാക്കണം. അയ്യോ അത് ബോക്സ് ആവുന്നില്ല. ഇതും കൂടെ ആയി അതൊരു ബോക്സ് ആവും ഗൈസ്. ഏകദേശം ഇത് ബോക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ് എനിക്ക് ഇതില് റെഡ് കളറും ഇല്ല, യെല്ലോയും ഇല്ല. അപ്പൊ ഞാൻ പിങ്കും വയലറ്റും വെച്ചിട്ടാട്ടോ മേലത്തെ ഭാഗം അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ താഴത്തെ യെല്ലോ കളറിന് ഓറഞ്ച് കളറിലുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. കൈനറ്റിക് സാൻഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് പിങ്ക് വെച്ചിട്ടാണ് ചെയ്തത്. മൂന്നാമത് ഞാൻ വയലറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ കുറച്ച് അലങ്കോല പണികളുണ്ട് ഗൈസ്. ബാക്കി അതും കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യണം. ഗൈസ് ഞാനിത് പെൻസിലോണ്ട് വരച്ചിട്ട് ഇനി ഇത് അതിന്റെ മുകളിൽ ബ്ലാക്ക് ഔട്ട്ലൈനോട് കൊടുക്കാണ്. എന്നാലേ കളർ ചെയ്താലേ രസം ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല രസത്തിന് വന്നിട്ട് അതുപോലെ തന്നെ ഉണ്ട് കാണാൻ. കണ്ണും മൂക്കൊക്കെ എളുപ്പത്തിൽ വരയാൻ പറ്റും ഗൈസ്. അത് അതിന്റെ ഒരു ഗുണവും. അപ്പോഴേക്കും ഗൈസ് അതിന്റെ ഇടയിൽ ഒരുപാട് സ്ട്രോബെറി ഉണ്ട്. അപ്പൊ അത് ഞാൻ വരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി പച്ച ലോഡ് ചെയ്യാനുണ്ട്. അത് ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്ട്രോബെറിക്കൊക്കെ ഇല കൊടുക്കാം. ഗൈസ് ഇത് തിരക്കിട്ട് വരച്ചിട്ട് തെറ്റി പോണ ഗൈസിന്റെ കൈയൊക്കെ വിറയ്ക്കുന്നു. എനിക്ക് പ്രശ്നം എന്താ വെച്ചാൽ 3D പെൻ ആയതുകൊണ്ട് ഇത് ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എനിക്ക് പോകുന്നുണ്ട്. ഈ കൈനറ്റിക് സാൻഡ് പ്രശ്നം എന്താ വെച്ചാൽ അതിന്റെ മുകളിൽ കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് കേട്ടോ. അതൊന്നും അതിന്റെ മുകളിൽ നിൽക്കൂല. അങ്ങനെ ഞാനിത് കേക്കിന്റെ സെക്കൻഡ് ലെയറിന്റെ അടിയിൽ ചെറിയൊരു വാട്ടർമെലന്റെ പോലത്തെ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്. അത് ഞാനിത് ഇവിടെ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ ഈ കൈനറ്റിക് സാൻഡ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഈ കൈനറ്റിക് സാൻഡ് ഗ്രീൻ കളർ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചുറ്റും ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ കളറിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വേറെ യെല്ലോ ആണ് ഗൈസ് എടുത്തത്. പക്ഷെ അത് ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കറക്റ്റ് യെല്ലോ കിട്ടിയപ്പോൾ അത് എടുത്തിട്ടോ. ഞാനിവിടെ മുന്തിരി ഉണ്ടാക്കി വെക്കാനുള്ള പരിശ്രമത്തിലാണ് ഗൈസ്. കണ്ടോ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയി വരൂല. ചെറിയ രീതിയിൽ അവിടെ ഇങ്ങനെ കുറച്ച് വെക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഗൈസ് ഇന്റെ കേക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നിട്ട് ഞാനിത് ഇടയിൽ സ്ട്രോബെറി 2 വെച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഇലയായിട്ട് ഗ്രീൻ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് വിചാരിച്ച പോലത്തെ മോൾഡ് ഒന്നും കിട്ടിയില്ല. കാരണം കേക്ക് ഇങ്ങനെ 2-3 സൈസിലാട്ടോ ഉള്ളത്. പിന്നെ അതേപോലത്തെ കളർ ഇല്ല. അപ്പൊ ഉള്ള രീതിയിലാട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ട് കാണാൻ വേണ്ടിട്ട്. കണ്ടോ ഈ പിക്ചർ ഏകദേശം ഒരേപോലെ തന്നെ ഇല്ലേ? ആ പിക്ചർ ഒന്ന് കാണിച്ച് നാരങ്ങ എവിടെയാ വെക്കണ്ടത് ഞാൻ നോക്കുന്നത്. ഇപ്പൊ ടൈം ആണ് കേട്ടോ. ഇനി എത്ര സെക്കൻഡ് ഉണ്ട്? ഇനി 30 സെക്കൻഡ് ബാക്കിയുള്ളൂ. സമാധാനായി. ഞാൻ ടെൻഷനിൽ വേഗം ചെയ്തിട്ട് കൈ വിറച്ചിട്ട് പാടില്ല. എനിക്ക് ചെയ്യാൻ വരയ്ക്ക് പറ്റും. ഞാൻ സ്ക്രീനെ കണ്ടപ്പോ വിചാരിച്ച് നല്ല രസത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാന്ന്. പക്ഷെ അതിനനുസരിച്ചുള്ള മോൾഡ് ഒക്കെ കിട്ടി. മോൾഡ് കിട്ടിയില്ല കേട്ടോ. പിന്നെ അതിനനുസരിച്ചുള്ള കളറും ഇല്ല. പിന്നെ അതിൽ കണ്ണും മുക്കൊക്കെ ഉണ്ട്. അതെന്തായാലും ഇതിൽ വരയ്ക്കാൻ പറ്റില്ല. പറ്റുന്ന രീതിയിൽ ഞാൻ പെൻസിലോട്ട് ഇവിടെ 2 കുത്തു കൊടുത്തിട്ടുണ്ട്. കറുപ്പ് കളർ ലോഡ് ചെയ്യാനുള്ള സമയമില്ല. 18 സെക്കൻഡ് ഉള്ളൂ. 15 14 എനിക്ക് കണ്ണും മൂക്കും കൂടി കൊടുക്കണമായിരുന്നു. 10 ഇപ്പൊ കഴിയും കേട്ടോ. ഇല്ല ഞാൻ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കഴിയും. 6 5 വെറുതെ 4 3 2 1 അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ഇത് കിട്ടിയ കേക്ക് ഞാൻ 3D പെൻ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു പൈനാപ്പിളിന്റെ ലെയർ ആണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ കറക്റ്റ് ആയിട്ട് യെല്ലോ ഇവിടെ ചെയ്തെടുത്ത് കണ്ണു മൂക്കും വെക്കാനുള്ള സമയം നല്ല രസം ഉണ്ടാവുന്നത് കാണാം. പിന്നെ ഈ പൈനാപ്പിളിന്റെ ടോപ്പിലുള്ള ഈ ഇലകൾ ഞാൻ ചെയ്തു. അതിന്റെ അടുത്തുള്ള സ്ട്രോബെറി ഞാൻ കുഞ്ഞായിട്ട് അതും വെച്ചെടുത്ത് സ്ട്രോബെറിക്ക് ഇലയും കൊടുത്തു. സെക്കൻഡ് ലെയർ നമുക്ക് വാട്ടർമെലന്റെ പോലത്തെ ഒരു ലെയർ ആയിരുന്നു. അതിന് ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുത്തു. അതിന്റെ മുകളിൽ ഇവിടെ ഓറഞ്ചും സ്ട്രോബെറീസും എല്ലാം ഉണ്ടായിരുന്നു. അതും ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. തേർഡ് ലെയർ ആയിട്ട് നമുക്ക് ഓറഞ്ചിന്റെ ലെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ ഓറഞ്ച് കളറിൽ വെക്കുകയും ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട് ഓറഞ്ചിന്റെ സ്ലൈസസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസം കാണാൻ. മിനി വേർഷൻ ആയിട്ടുള്ള കേക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അടുത്തതിന്റെ ഡ്രോയിങ് ആണ്. ഞാനിത്
പൈനാപ്പിൾ കേക്ക് 2 ഷെയ്ഡിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഞാൻ അങ്ങനെ ചെയ്തതല്ല, അബദ്ധത്തിൽ വന്നതാണ്. പക്ഷേ രസമുണ്ട് കാണാന്. അടുത്തത് വാട്ടർമെലൻ്റെതാണ്, അതും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അടുത്തത് ഓറഞ്ചിൻ്റെതാണ്, അതും നല്ല രസമുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തെടുത്തത്. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇന്റത് പിന്നെ ഈ പിക്ചർ കാണിച്ചിട്ടൊന്നും എനിക്ക് കാണിക്കല്ലേ ഗൈസ്. ഇതുപോലെ അല്ല ഉള്ളത്. കാര്യം എനിക്ക് കിട്ടിയ മോൾഡ് നല്ലതല്ലായിരുന്നു. അപ്പൊ അത് ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. താഴെയുള്ള ഓറഞ്ച് ലെയർ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ സ്ട്രോബെറി ആയിരുന്നു, അതിന് റെഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിങ്ക് വെച്ച് ചെയ്ത്. മേലെ പിന്നെ പൈനാപ്പിൾ ആയിരുന്നു, അതിന് ഞാൻ വയലറ്റ് ആയിരുന്നു കിട്ടിയത്, അത് വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പിങ്ക് വെച്ചിട്ട് ഞാൻ 3 ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് കേട്ടേ ഞങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അത് മുന്തിരിയാണ്. പിന്നെ ഇത് വാട്ടർമെലന്റെ ആ ഗ്രീൻ കളറാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അതിലും ഇങ്ങനെ എന്താ പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വാട്ടർമെലന്റെ ആ ലെയർ, ഗ്രേപ്സ്, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ആരാണ് ഫസ്റ്റ്? അതിവിടെ പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം ഞങ്ങൾക്ക് എന്താ അറിയട്ടോ, അത് ഷാമിക്കായിരിക്കും കിട്ടാതെ. നന്നായിട്ടുണ്ടെന്നാണ് സല്ലു പറയുന്നത്. അല്ല, അതെനിക്ക് മോൾഡ് കിട്ടാത്ത. പക്ഷെ കാക്ക പറയുന്നത് ഓൾക്ക് മോൾഡ് കിട്ടായിട്ടാണ്. മോൾഡ് കിട്ടിയെങ്കിൽ മോൾഡ് കൊണ്ട് തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ തേർഡ് റൗണ്ടിലേക്ക് കടക്കാണ്. തേർഡ് റൗണ്ടിൽ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടും നോക്കാം. എനിക്ക് എന്തായാലും 3D pen കിട്ടുന്നതാണ്. കാര്യം ഒരു പ്രാവശ്യം എനിക്ക് കൈനറ്റിക് സാൻഡ് കിട്ടി, ഒരു പ്രാവശ്യം എനിക്ക് ഡ്രോയിങ് കിട്ടി. ഇനി 3D pen കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷം. എനിക്ക് ഡ്രോയിങ് കിട്ടിയാൽ മതി, കാരണം കഴിഞ്ഞ റൗണ്ടിലേക്ക് ഫസ്റ്റ് കിട്ടിയത് അതാണല്ലോ. അപ്പൊ ലോട്ടറാ എനിക്ക് കൈനറ്റിക് സാൻഡ്, എനിക്ക് ഡ്രോയിങ് ആണ് സ്പിന്നിങ് കിട്ടിയത്. എനിക്ക് കൈനറ്റിക് സാൻഡ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല, അതുകൊണ്ട് യൂസ് ചെയ്തൊക്കെ ആഗ്രഹം ട്രൈ ചെയ്തില്ലേ? മൂന്നാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നത് നമുക്കുള്ള പിക്ചർ കളറുള്ള പർപ്പിളിന്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ ഇത് ക്യാൻസൽ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ്. ഞാൻ 3D പെന്നിന്റെ കഷ്ടകാലത്തിന് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുകയും ചെയ്ത് ഡ്രോ ചെയ്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഡ്രോയിങ് ആണ് ഇതിൽ ഈസി ആയിട്ട് വരുന്നത്. ഗൈസ് എനിക്ക് ക്യാൻസൽ ഉണ്ടാക്കാൻ കുറെ ബിൽഡിംഗ് ബ്ലോക്സ് തന്നിട്ട് ഇത് നോക്കാം, അതിന്റെ മുകളിൽ വെക്കാം. നല്ല സുഖാട്ടോ. എനിക്ക് വിളിച്ച് നല്ല കളേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്യാസിൽ ഉണ്ടാക്കി എടുക്കാം. ഇതുകൊണ്ട് തന്നെ ക്യാൻസൽ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഞാൻ അത് ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓരോന്നും തരാത്തതിൽ ആ ഒരു പരാതി തീർക്കാനും നല്ല അടിപൊളി സാധനങ്ങളാട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 go. ഗൈസ് ആദ്യം തന്നെ ഞാൻ ഇത് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ് കൈനറ്റിക് സാൻഡ് നോക്കി കിട്ടിയത്. അല്ല, നമുക്ക് കിട്ടിയ ആ കളറിൽ തന്നെയാണ് കേട്ടോ ക്യാസിലും ഉള്ളത്, അതുകൊണ്ട് നല്ല സുഖമായി. അല്ല, മെയിൻ ആയിട്ട് ആ പിങ്കും പർപ്പിളും കളർ കോമ്പിനേഷൻ വന്നതിന് ശരിക്കും നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ അതേപോലെ തന്നെ പിങ്ക് ക്യാസിലിന് പിങ്ക് ഫിലമെന്റ് ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ് ഞാനിത് ഈ ഒരു മോൾഡിന്റെ ഉള്ളിൽ കൈനറ്റിക് സാൻഡ് നിറച്ചിട്ടിട്ട് ഇനി ഞാനിത് ഇവിടെ ഒന്ന് കൊട്ടി നോക്കട്ടെ കേട്ടോ. ഇല്ല, റെഡി ആയില്ല ഗൈസ്, ഇത് കൊളായിപ്പോയി. അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹൈറ്റിൽ കൈനറ്റിക് സാൻഡ് നിറച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് പക്ഷെ അത്രയും വീതി പക്ഷെ പാടില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഞാൻ നേരത്തെ കേക്ക് ഉണ്ടാക്കുമ്പോഴുണ്ടായിരുന്നു. ഞാൻ അപ്പത്തേക്കിന് പിങ്ക് കളർ വെച്ചിട്ട് ആ എന്താണ് കാസലിന്റെ കോട്ട പോലത്തെ ഒരു ഭാഗമുണ്ട്, അത് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ഈ സൈഡിലും കൂടി ഇതേപോലെ ഒരു കോട്ട വരുന്നുണ്ട് ഗൈസ്. ഞാനിത് കോട്ട വരച്ചോണ്ടിരിക്കുകയാണ്. ഒരുവിധം ആ ഒരു ഷേപ്പിൽ ഞാൻ ലൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് കട്ടിയിലാക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു കാസിൽ ചെയ്യുന്നത് പിങ്കും പർപ്പിളും വെച്ചിട്ടാണ്. ഞാൻ ബേസ് ആയിട്ട് പിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ മുകളിലായിട്ട് ഞാൻ പർപ്പിൾ കൊടുക്കാട്ടോ. അപ്പൊ ഡബിൾ ഷെയ്ഡിൽ വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ. അതും കറക്റ്റ് കളറാട്ടോ കിട്ടിയത്, പിങ്കും പർപ്പിളും തന്നെ കിട്ടി. ഞാൻ അപ്പത്തേക്ക് കോട്ടന് ഒരു നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി ഗൈസ്. അപ്പൊ ഞാൻ അത് എടുത്ത് ഒഴിവാക്കിയിട്ട് രണ്ടാമത് ഉണ്ടാക്കുകയാണ്. ടൈം തികയോ എന്നുള്ളതാണ് എന്റെ എപ്പോഴത്തെ പേടി. ഗൈസ് നമുക്കിതൊന്ന് പേപ്പറിലേക്ക് ആക്കി നോക്കാട്ടോ. അയ്യോ, റെഡി ആയാൽ മതി. നല്ല രസമായി വന്നിട്ടോ. നല്ല ഡബിൾ ഷെയ്ഡ്, നല്ല ഭംഗിയുണ്ട്, കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കാട്ടോ. അടിപൊളി. ഞാനിതാ ക്യാസിൽ ഒരുവിധം വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി മേലത്തെ ആ ഒരു പോർഷൻ ആട്ടോ വരയ്ക്കാൻ പോകുന്നത്. അത് ഞാനിത് അവിടെ ഒരു ട്രയാങ്കിൾ പോലെ വരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ മേലുള്ള ആ കൊടിയും കൂടി വരച്ചു കൊടുക്കാം. 5ന്റെ ഏകദേശം കഴിയാറായിട്ട് ഇനി അത് കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രസം ഉണ്ടാവും കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇനി ആ മേലത്തെ ആ കവാടത്തിന്റെ വാതിലും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം.
ഇപ്പൊ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇത് ഫുള്ള് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ 3D പെന്നെ വെച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള കോട്ടന്റെ വലുപ്പം ഏകദേശം ഒന്നായി വരണമായിരുന്നു. അപ്പൊ ഞാൻ എന്താക്കിയെന്ന് വെച്ചാല് ഈ സൈഡില് ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു കോട്ട വരഞ്ഞ്, എന്നിട്ട് സെയിം സൈസിൽ എനിക്ക് കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ തൊട്ട് പുറകിൽ ട്രേസ് എടുക്കുന്ന പോലെ രണ്ടാമത്തെ കോട്ട അങ്ങനെ വരഞ്ഞിക്കാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു ട്രിക്കി ആയിട്ടൊരു പണി ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാനിതാ കളറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പർപ്പിൾ കളറിലുള്ള ആ ഭാഗമാണ് കേട്ടോ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ കോട്ടയുടെ ആ മേലഭാഗമാണ് പർപ്പിൾ കളറിലുള്ളത്. അപ്പൊ ഞാനത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ലൈറ്റ് പർപ്പിൾ ഇങ്ങനെ കൊടുത്തിട്ട് ഡാർക്ക് പർപ്പിൾ വെച്ചിട്ട് അത് കുറച്ചും കൂടി ഒന്ന് ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പർപ്പിൾ കൈനറ്റിക് സാൻഡ് തീർന്നോണ്ട് ബ്ലൂ വെച്ചിട്ടാണ് ആ കാസിലിന് മുകളിൽ കൊടുക്കുന്നത്. ഞാനിതേ ബിൽഡിംഗ് ബ്ലോക്സിൽ ഈ ഒരു കൈനറ്റിക് സാൻഡ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ചോക്കാം. ഇവിടെ അല്ലേ ഗൈസ്, കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. അത് കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യട്ടോ. നല്ല രസമായി വന്നിട്ടുണ്ട് കേട്ടോ. ആ കോട്ടന്റെ മുകൾ ഭാഗം പോലെ തന്നെ ഉണ്ട്. ശരിക്കും നമ്മളൊക്കെ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വരച്ചതാ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തും കൂടി വെച്ചു. അടുത്തത് ഇവിടെയാണോ കോട്ടന്റെ വരുന്നത്? എന്റെ ഇവിടെയാ വരുന്നത്. ഇത് കിട്ടുന്നില്ലല്ലോ. വരുന്നുണ്ട്. അയ്യോ, ഒന്ന് പൊട്ടിപ്പോയി. എന്നാലും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അതേപോലെ ഫുള്ള് ചെയ്യണ്ടേ? അത് നമുക്ക് ഈ സൈഡിലും ഈ ഒരു സൈഡിലും വെച്ച് കൊടുക്കാട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഡോറും കൂടെ വെച്ചെടുക്കാം. കളർ കോമ്പിനേഷൻ നോക്ക്. ഏറ്റവും ടോപ്പിൽ നല്ല ഭംഗിയുള്ള സ്കൈ ബ്ലൂ, പിന്നെ പിങ്ക്, ഏറ്റവും താഴെ നല്ല ഭംഗിയുള്ള പർപ്പിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാനിതാ കോട്ട ഒരു വിധത്തിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രിക്സ് പോലെ വെച്ചു കൊടുക്കാനാണുള്ളത്. എനിക്ക് ഇഷ്ടമായിട്ടോ. അത് കുറച്ച് വലിപ്പം കൂടി പോയൊരു സബ്ജക്ട്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് അതിനൊരു ഡോർ വെക്കാനുണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ അത് സെറ്റ് ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടൂൾസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് കളേഴ്സ് എനിക്ക് അത്ര ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വേറെ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ചെയ്ത് വന്നപ്പോ നല്ല രസമാണ്. ഞാനിവിടെ ഡ്രോയിങ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഇനി ആകെ 3 മിനിറ്റ് സമയം കൂടിയുള്ളു. ആ സമയത്തിനുള്ളിൽ ബാക്കി കൂടി ചെയ്തേക്കാം. ഡോറാക്കി ഞാൻ അപ്പത്തേക്ക് സെക്കൻഡ് കളർ എടുത്ത്, ഞാൻ ബ്ലൂ കളറാണ് ഇതിന്റെ ഗോപുരത്തിന് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാനിത് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രസമുണ്ട് കേട്ടോ. 3D പെൻ ആയതുകൊണ്ട് പ്രൊജക്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇതേ 3 ഗോപുരങ്ങളാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ വരുന്നത്. അതിനുശേഷം ഈ ഡോറും പിന്നെ ഈ ഒരു പോർഷനും കൂടെ 3 മിനിറ്റ് സമയം കൂടിയുള്ളു. വേഗം വരച്ചു. അതിന്റെ ഉള്ളിൽ എനിക്ക് പെട്ടെന്ന് തീർക്കണം ഗൈസ് ഇത്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് പെട്ടെന്ന് വരഞ്ഞു തീർക്കണം. അതുകൂടെ തീർത്ത് കഴിഞ്ഞാൽ ഏകദേശം എന്റെ കാസിന്റെ പണിയൊക്കെ തീർന്നിട്ടോ. ഗൈസ്, ഞാൻ ഡോറ് വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അത് പൊടിഞ്ഞു പോവാണ്. അപ്പൊ ഞാൻ എന്റെ ഈ ഒരു കാസിലിന് ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് ഞാൻ മുറിച്ചു കൊടുക്കാണ് കേട്ടോ. ഇനി 1.5 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. കണ്ടോ, റെഡിയല്ലേ? ഇങ്ങനെ വരച്ചാ പോരെ അല്ലേ? മതി. കൂടുതൽ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു കൂടെ പോരും. കണ്ടോ, ഇവിടൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോരുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ആയി നിൽക്കുകയാണ് അത്. ഗൈസ്, ഞാൻ അങ്ങനെ രണ്ടാമത്തെ ഗോപുരം വരച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ബ്ലൂ കളറും പിങ്ക് കളറും കൂടെ കോമ്പിനേഷൻ വന്നപ്പോ ഈ ഗോപുരം കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്റെ കാസിലിന്റെ പണി കഴിഞ്ഞു. ഗൈസ്, ഇനി വെറും 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗൈസ്, ഞാൻ ഡോർ 8, 7, 6, 5, 4, വേഗം 3, 2, 1. കഴിഞ്ഞു. ഇന്റെ കാസിലേക്ക് കിട്ടിയ സമയം കൂടി ഞാൻ ഏകദേശം ഫിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മുടെ തേർഡ് റൗണ്ട് കഴിഞ്ഞു. അപ്പൊ ഓരോരുത്തരുണ്ടാക്കിയ കാസിൽ കാണിച്ചു തരാം. ഞാനിതേ പിങ്കും ബ്ലൂവും കളർ കോമ്പിനേഷനാണ് ഞാൻ ഈ ഒരു കാസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് 3D ആയിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. അവർക്ക് അതിന്റെ ഡോർ ഒന്നും വെക്കാനുള്ള സമയം കിട്ടില്ല. 3D പെൻ ആയതുകൊണ്ട് ലോഡിങ്ങിന് അൺലോഡിങ്ങിന് ഒരുപാട് സമയം. ഇങ്ങനെ തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനിത് ഡോസ് എനിക്ക് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ ആ കൊടിയൊന്നും വെക്കാൻ പറ്റില്ല. അതിന് മാത്രമുള്ള സമയം കിട്ടിയില്ല. വിൻഡോയും വെക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ ടൈമോട് ഞാൻ ഇങ്ങനെയാണ് അപ്പൊ ചെയ്തെടുത്തത്. അപ്പൊ ഞാൻ ചെയ്തെടുത്ത കാസിൽ ഇത് കൈനറ്റിക് സാൻഡോട് ഞാൻ ആ ഒരു ഷേപ്സ് ഒക്കെ വെച്ചിട്ട് കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഡോർ വെച്ചത്. അത് ഞാൻ കത്തി വെച്ചിട്ട് ആദ്യം മുറിച്ച് പിന്നെ കുറച്ച് പച്ച കളർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താട്ടോ. അതേപോലെ തന്നെ വിൻഡോയും ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ വിൻഡോ എനിക്ക് നല്ലപോലെ വെക്കാനുള്ള ടൈം കിട്ടിയില്ല. ആ കിട്ടിയ ടൈമിനുള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതാണ്. പക്ഷെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിട്ട് കളർ കോമ്പിനേഷനും അടിപൊളിയാണ്. ഓൾ ഉണ്ടാക്കി വെച്ച രീതി നല്ല രസമുണ്ട്. എനിക്ക് കിട്ടിയത് ഡ്രോയിങ് ആയിരുന്നു. അപ്പൊ ഡ്രോയിങ്ങിൽ എനിക്ക് കിട്ടിയ പിക്ചർ വെച്ചിട്ടാണ് ഞാൻ ഏകദേശം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കളർ കുറച്ച് സ്പ്രെഡ് ആയി പോയിട്ടുണ്ടോ എന്ന് ചെറിയ സംശയം ഉണ്ട്. പക്ഷെ അതും ഇത് നല്ല കറക്റ്റ് ആയിട്ടോ. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഓൾ ഇവിടെ കുറച്ച് ക്ലൗഡ് ഉണ്ട്. പക്ഷെ ഇത് വൈറ്റ് കളറാണ്. അത് നമുക്ക് ഇവിടെ ചെയ്തിട്ട് കാര്യമില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ ബ്ലൂ കളറിൽ ചെയ്ത് കൊടുത്തത്. പക്ഷെ ഇത് നല്ല രസമുണ്ട്. 3 പേരെ
ഇപ്രാവശ്യം ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ട് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ ആരാണ് വിന്നർ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അഞ്ചിന്റെ. കാരണം അതും ഇത് വെച്ചോ കറക്റ്റ് ആണ്. ഡബിൾ ഷെയ്ഡിൽ ആ ഷെയ്ഡ് ആണ് കറക്റ്റ് ആയിട്ട്. പിന്നെ ആ ബ്രിക്സ് കണ്ടോ, ബ്രിക്സിന്റെ സൈഡിൽ ആ ഷെയ്ഡിങ് മൊത്തത്തിലുള്ള ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ബ്രിക്സ് വെച്ച അപ്പൊ guys, ഈ റൗണ്ടിൽ വിന്നർ ആയിട്ട് അഞ്ചിയാണ്. ഫസ്റ്റ് റൗണ്ടിൽ ശ്രീ ആയിരുന്നു, സെക്കൻഡ് റൗണ്ടിൽ പിന്നെ guys, ഓരോ റൗണ്ട് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ ബയോഡർമിന്റെ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വിവരങ്ങളിൽ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.